ഹലോ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സൺഡേ ആണേ. അപ്പം സൺഡേ ആയിട്ട് നമുക്ക് കുറച്ച് വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടാലോ. രാവിലെ തന്നെ എണ്ണീറ്റു. അല്ലിക്കുട്ടനാണെങ്കിൽ രാവിലെ തന്നെ മണികണ്ഠൻ ചേട്ടൻ വന്നപ്പോൾ അവന് കളിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇറങ്ങിയേക്കുമായിരുന്നേ. അവന് നല്ല പനിയുണ്ട്, ചൂടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഒരു സൺഡേ വിശേഷം മാത്രമല്ല, ഒരു ഹോസ്പിറ്റൽ വ്ലോഗും കൂടിയാട്ടോ, തംബ്ലൈനിൽ കണ്ടതുപോലെ. അപ്പോൾ ചേട്ടനും അനിയനും കൂടി ഇങ്ങനെ കിടന്ന് കളിക്കുന്നുണ്ട്. മണികണ്ഠൻ രാവിലെ വന്നിട്ടുണ്ട്. പിന്നെ ഞങ്ങളാണെങ്കിൽ കുറച്ച് വിശേഷങ്ങളായിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ രാവിലെ ഇന്ന് കഴിക്കാനും കൊണ്ട് ഇഡലിയും ചമ്മന്തിക്കറിയും കടലക്കറിയായിരുന്നു. അന്നേരം അത് ഞങ്ങൾ കഴിച്ചു. അത് ഞാൻ അണ്ണനോട് കൊടുത്തു, അണ്ണൻ കഴിച്ചു. അന്നേരം തന്നെ ബദരിക്ക് കൊടുത്തു. അവനാണെങ്കിൽ അമ്മ എന്തുവായി കാണിക്കുന്നേ, വ്ളോഗ് എടുക്കുവാണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നെ അവിടുന്ന് ചാടിക്കുന്നുണ്ട്. അവനതിഷ്ടപ്പെട്ടില്ല, പക്ഷേ എന്നാലും ഞാൻ എടുക്കും, അത് വേറെ പോക്ക്. പിന്നെ ഞാനാണെങ്കിൽ എടുത്തു, മണികണ്ഠനും കൊടുത്തു. ഞങ്ങളെല്ലാവരും കൂടെ അന്നേരം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമായിരുന്നേ. അപ്പോൾ ഇഡലിയും ചമ്മന്തിയും കടലക്കറിയായിരുന്നു. അപ്പം ഇന്നങ്ങനെ പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. കുഞ്ഞിന് നന്നായിട്ട് ഇന്നലെ തൊട്ട് ചൂടായിരുന്നു. അപ്പോൾ നമുക്കാണെങ്കിൽ ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ചാച്ചനാണെങ്കിൽ ചക്ക വെട്ടിപ്പൊളിക്കുമായിരുന്നേ. അത് കഴിഞ്ഞിട്ട് അല്ലുവിന് കഞ്ഞി കൊടുക്കാൻ വേണ്ടിയിട്ട് 18 അടവും പയറ്റി ഞാൻ. പക്ഷേങ്കിൽ അവൻ കുടിച്ചില്ല. അവൻ കുടിച്ചില്ല, എന്നാലും ഒരു 2-3 സ്പൂൺ കുടിച്ചു. എന്നിട്ട് ഞാൻ ഫോണൊക്കെ കൊടുത്തു, അതൊക്കെങ്കിലും കണ്ടിട്ട് കുടിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട്, പനി ആയതുകൊണ്ട്. പക്ഷേങ്കിൽ അവന് കുടിച്ചില്ല. പിന്നെ ഇന്ന് ഇച്ചിരി വെയിലുണ്ടായിരുന്നു. ആ വെയിലത്ത് കുറച്ച് തുണിയൊക്കെ ഒന്ന് ഉണങ്ങി കിട്ടി. മഴയായത് കാരണം ഫുള്ള് നനഞ്ഞ് കിടക്കുക. അപ്പം കൂടുതലും ഇന്ന് മഴ പെയ്യുമ്പോൾ വെക്കുന്നൊക്കെ ആയിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് പിള്ളേർ സെറ്റെല്ലാം വന്നിട്ടുണ്ടായിരുന്നേ. എൻ്റെ കൈകെട്ടിക്കളിയുടെ പിള്ളേരാണേ. അവളുമാർ ഇന്ന് ചേച്ചി പ്രാക്ടീസ് വെക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ ഇന്ന് നടന്നില്ല. ഇന്ന് മഴയൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ പ്രാക്ടീസ് വെച്ചില്ല. അവളുമാർ വന്ന് ചുമ്മാ ഇങ്ങനെ കാര്യമൊക്കെ പറഞ്ഞ് ചിരിച്ച് കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുമായിരുന്നു. ഒരുത്തിയാണെങ്കിൽ സിനിമയിൽ ഇങ്ങനെ മുഴുകി ഇരിക്കുമായിരുന്നു അല്ലേ. അതിൻ്റെ ഒരു ക്ലൈമാക്സ് സീനായിരുന്നു കേട്ടോ. അതിൻ്റെ പേരെനിക്ക് ഓർമ്മ വരുന്നില്ല. അതൊക്കെ കണ്ടിങ്ങനെ ഭയങ്കരമായിട്ട് ഇരിക്കുമായിരുന്നേ. അപ്പോൾ അവൾ പറയാം, ചേച്ചി എന്തുവാ കാണിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ അവളുമാർ യോഗ വെക്കുന്നുണ്ട്. അവരെല്ലാം ഭയങ്കര എൻജോയ്മെൻറ്റിൽ ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ഞങ്ങളാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരുങ്ങി. അവളുമാരോട് ഇരിപ്പുണ്ടെങ്കിലും ഞങ്ങൾ ഒരുങ്ങി. കുഞ്ഞിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകണമായിരുന്നു. അവൻ ഇന്നലെ തൊട്ട് നല്ല ചൂടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ചൂടും കൂടിയും കുറഞ്ഞും നിൽക്കുമായിരുന്നു. അപ്പോൾ അവനാണെങ്കിൽ മുഖമൊക്കെ കണ്ടാലേ അറിയാം, ഭയങ്കര ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എന്നാലും കുസൃതിക്കും കളിക്കുന്ന ഒരു കുറവുമില്ല. ഞങ്ങൾ അങ്ങനെ അടൂർ ആശുപത്രിയിലായിരുന്നേ പോകുന്നത്. അവനെ പത്തനാപുരത്ത് സെൻറ്റ് ജോസഫിൽ അബ്ദുൾ അസീസിനെയായിരുന്നു കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എങ്കിൽ ഇന്ന് പുള്ളി ലീവാണ്, ഞായറാഴ്ച ഇല്ലായിരുന്നു. പകുതി ആയപ്പോഴത്തേക്കിന് അവൻ ഉറങ്ങി. ഞങ്ങളങ്ങനെ ഹോസ്പിറ്റലിലെത്തി. അങ്ങനെ പീഡിയാട്രിഷനെ കാണണം. അതിനിടയ്ക്ക് പിന്നെ നമ്മുടെ ലൈഫ് ലൈനിൽ പോയാലേ കാണാൻ പറ്റുള്ളൂ. വോയിസ് ഓവർ കൊടുത്തു, ബാക്കി എല്ലായിടത്തും മിസ്സായി. കാഷ്വാലിറ്റി. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിലെത്തിയപ്പോഴത്തേക്കിന് സൺഡേ ആയതുകൊണ്ട് വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഡോക്ടറെ ചോദിച്ചപ്പോൾ കാഷ്വാലിറ്റിയിലല്ല, അല്ലാതെ പീഡിയാട്രിഷ്യൻ ഉണ്ടായിരുന്നു. അപ്പോൾ 2 മണിക്കേ ഉള്ളായിരുന്നു ഡോക്ടർ. അപ്പം ഞങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. അപ്പോഴത്തേക്കിന് ഡോക്ടർ വന്നു. ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ചൂടിങ്ങനെ കൂടിയും കുറഞ്ഞ് നിൽക്കുന്നതുകൊണ്ട്, ഇപ്പോൾ ഇല്ല വൈറൽ ഫീവറൊക്കെ ഉള്ളതുകൊണ്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിരിക്കുകയായിരുന്നു. പുള്ളിക്കാരൻ ഒന്നുമേ അറിഞ്ഞില്ല. അങ്ങനെ കുഞ്ഞിനെ ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്ലഡ് എടുത്തു. അവൻ ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ടൊരു 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടായിരുന്നു റിസൾട്ട് കിട്ടിയത്. പിന്നീട് ഞങ്ങൾ ഡോക്ടറെ വന്ന് കണ്ടു. ബ്ലഡൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ഡോക്ടറെ വന്ന് കണ്ടു. ഡോക്ടറെ വന്ന് കണ്ടപ്പോൾ റിസൾട്ട് വന്ന് കണ്ടു. അത് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഡോക്ടർ പറഞ്ഞു, വേറെ കൗണ്ടും കാര്യങ്ങളൊന്നും കുഴപ്പമൊന്നുമില്ല, പക്ഷേങ്കിൽ വൈറൽ ഫീവറാണ് എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഇങ്ങനെ ചൂട് മാറിയും കുറഞ്ഞ് നിൽക്കുന്നതെന്ന് പറഞ്ഞു. പിന്നെ ഇങ്ങനെ ഒത്തിരി പേരുമായിട്ട് ഇങ്ങനെ മിങ്കിൾ ചെയ്യുമ്പോഴൊക്കെ, പനിയുള്ളവരുമായിട്ടൊക്കെ മിങ്കിൾ ചെയ്യുകയും അങ്ങനെയൊക്കെ ചെയ്യുമ്പം കൂടുതലും ഇത് ഇൻഫെക്ഷൻ ആവുന്നതാണെന്ന് പറഞ്ഞു. അങ്ങനെ ബ്ലഡ് എടുക്കുന്നപ്പോൾ ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് ഡോക്ടർ മരുന്നൊക്കെ തന്നു. മരുന്നെല്ലാം മേടിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കിന് ഇയാൾ ഭയങ്കര സങ്കടം പറച്ചിലായിരുന്നു. മോൻ്റെ കയ്യിൽ കുത്തി, പിന്നെ ചോര വന്നു എന്നൊക്കെ പറയുകയൊക്കെ ചെയ്തു. അങ്ങനെ ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല, നമുക്ക് അവരെ അടിക്കാമെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേന് സമാധാനമായി. ഇറങ്ങി അവിടുത്തെ ക്യാൻറ്റീൻ്റെ അവിടെ ചെന്നപ്പോഴത്തേക്കിന് ഇയാൾ ഓക്കെ ആയി. അവിടെ കുറച്ച് കളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതായത് പാർക്ക് പോലെ, ഒരു ചെറിയൊരു പാർക്ക് പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെയൊക്കെ ഭയങ്കര കളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു.
ഇപ്പോൾ ഇച്ചിരി കുറവുണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ ഞാൻ കുറച്ച് ചൂടിൻ്റെ മരുന്ന് കൊടുത്തു. മരുന്ന് കൊടുത്തപ്പോഴത്തേന് അവൻ ഇച്ചിരി ആക്റ്റീവായി, കുറച്ച് കുറഞ്ഞു. അത് അല്ലെങ്കിലും ഇന്നലെ തൊട്ടേ അങ്ങനെ തന്നെയാണ്. ആദ്യം നല്ല ചൂട് വരും, മരുന്ന് കൊടുക്കുമ്പോൾ അങ്ങ് മാറും, പിന്നെ ആക്റ്റീവാവും, പിന്നെ ആൾ അതുപോലെ പഴയപടിയാവും, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സൺഡേ വിശേഷം ഇത്രയേ ഉള്ളായിരുന്നു. കുഞ്ഞിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് ഞങ്ങൾ ഇറങ്ങി, വണ്ടി എടുത്തു. അപ്പം ഇന്നത്തെ ഒരു വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ.